ഹലോ, എൻ്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് വീട്ടുകാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരെ പോയി കാണണേ. അപ്പോൾ ഇതൊരു വൈകുന്നേര സമയമാണ് കേട്ടോ. ഇപ്പോൾ ജോലി ചെയ്യാൻ കുഞ്ഞുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെയാണ് ജോലി ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ തുണി കഴുകാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പണികളെടുക്കുവാണ്. താഴെ ഗേറ്റ് പൂട്ടിയിട്ടാണ് വന്നത്, പക്ഷേ നമ്മുടെ ചേച്ചി പെണ്ണ് ഗേറ്റൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മോനെ മേലോട്ട് കയറി വരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴെ ഹാളൊക്കെ വൃത്തിയാക്കാൻ പോവുകയാണ്. നിങ്ങളിതിൻ്റെ ഷോർട്സ് ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെയറിൻ്റെ കവറ് വന്നിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള, എന്നാൽ വളരെ കുറഞ്ഞ പ്രൈസായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഈ ടേബിളിൻ്റെ കവറും ഒക്കെ ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇതിൽ കർട്ടൻ എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കർട്ടനിൽ മീഷോയിൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പണികളൊക്കെ നോക്കി ശരിക്കും ഇവൻ നോക്കുന്നത് ട്രൈപോഡാണ് കേട്ടോ. ഇവൻ ഈ മമ്മി എന്താണ് ചെയ്യണേ എന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്ര സൈലൻ്റായിട്ട് ആളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണികളൊക്കെ ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞ ഓരോരോ തടസ്സങ്ങളാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഒരു നിവൃത്തിയില്ല. കറണ്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ദൂരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് ഇല്ല. പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ തൂത്തുപാലൊന്നും ഇല്ലേന്ന് തോന്നും. അങ്ങനെയല്ല ഗൈസ്, ഇവിടെ എത്ര വൃത്തിയാക്കിയാലും പൊടി ചവറ് കുട്ടികളുള്ള വീടല്ലേ. നമുക്ക് അവരെ 4 സൈഡും മതിൽ കെട്ടി മുറ്റത്ത് കളിക്കാനൊന്നും വലിയ സ്ഥലമൊന്നുമില്ല. ഇതിനകത്തിട്ടിരിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഒന്നുകിൽ അവർ ഫോണിൽ ചോദിക്കും. നമ്മൾ ഫോൺ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ദൈവമേ, ഒരു യുദ്ധഭൂമിയാക്കും. അത് സഹിക്കാനുള്ള മനഃശക്തിയും നമുക്കുണ്ടാവണം കേട്ടോ. എന്നാലും സാരമില്ല, ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി 2 മാസമുണ്ട്. ഈ 2 മാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈവമേ, ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണല്ലേ. എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും. മാക്സിമം കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കുറച്ച് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ കാർട്ടൂൺസ് ഒട്ടും തന്നെ കൊടുക്കരുത്. ഇവർക്ക് നല്ല ഇംഗ്ലീഷ് മൂവീസ് ഉണ്ടല്ലോ, ഈ ഇംഗ്ലീഷ് ആകുമ്പോഴത്തേനും അവരുടെ ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാക്സിമം ഈ കാർട്ടൂൺ ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ ജോലി സമയത്തൊക്കെയും എൻ്റെ കുഞ്ഞു ചെറുക്കൻ കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ ഈ ചവറിൽ നിന്ന് ഓരോ നുള്ളിപ്പറക്കൊക്കെ കൊണ്ട് പരിപാടി. ഈ വീഡിയോ കാണാൻ എന്ത് രസമുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ഞാൻ സ്പീഡിൽ ടൈം കൂട്ടിയിട്ടേക്കുവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ക്ലീനിങ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി. ഇനി ഏട്ടൻ വരാൻ സമയമായി. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പപ്പയെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ് കേട്ടോ. അതുവരെയുള്ള വാശിയും പിണക്കമൊക്കെ മാറിയിട്ട് ഇനി അവൻ്റെ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ അവൻ്റെ പപ്പയും കാണിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും അത് സാധനം മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാതെ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. ഇതിപ്പോൾ അവൻ്റെ ഇങ്ങനെ പുറകെ നടന്ന് ചേച്ചിപ്പണി ഇങ്ങനെ ചൊറിയുവാണ് കേട്ടോ. അവസാനം രണ്ടുപേരും കൂടി കടിയാവും. പിന്നെ നമ്മൾ ഇടപെട്ട് അത് സോൾവ് ചെയ്യേണ്ട അവസ്ഥ എത്തും. അപ്പോൾ അവളെ വഴക്കുറയുമ്പോൾ ഇവൻ പിണങ്ങും, നമ്മളെ വഴക്കുറയും അവൻ്റേതായ ഭാഷയിൽ. അപ്പോൾ ഇപ്പോൾ ഉള്ളിപ്പൂവിൻ്റെ സീസൺ ആയിട്ടുണ്ടല്ലേ. ഞാനും പോയി 2 ഉള്ളിപ്പൂവ് മേടിച്ചിട്ടുണ്ടല്ല, 2 കെട്ട് ഉള്ളിപ്പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പം നല്ല രാത്രി ആയിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ഒരു ട്വിസ്റ്റ് ഗൈസ്, ഒരു ട്വിസ്റ്റ്. എത്രയൊക്കെ തന്നെ നമ്മളെ മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യമാണ് ചുറ്റും, പറയാണ്ടിരിക്കാൻ പാടില്ല. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കണം. എൻ്റെ പ്ലാനിങ് ഇത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ നടക്കില്ല. അതിനിടയിൽ എനിക്കൊരു ട്രാജഡി ഉണ്ടായി. ഞാനിതിപ്പോൾ കോളിഫ്ലവർ, മധുരക്കിഴങ്ങ്, വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെ കുറച്ച് തൂക്കിയാണ് മേടിക്കുന്നത്. മാങ്ങ, പിന്നെ മീനുണ്ട്, ഉള്ളി ചെറിയ ഉള്ളിയാട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഇതാണ് ഗൈസ്. കാരണം കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്നാലും ഞാൻ എമർജൻസിയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി എന്തായാലും വീഡിയോ മുന്നോട്ട് എടുക്കുന്നില്ല. ഇതെപ്പോൾ ഓഫാവോ അപ്പോൾ നമ്മൾ ഇരുട്ടലാവും. അതിന് മുന്നേ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വളരെ ബോറടിക്കാത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.